ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ. എല്ലാവർക്കും നോമീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മൾ ഈ കറി ഉരുളക്കിഴങ്ങിട്ടാണ് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിന്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കാം. 2 പച്ചമുളകും, ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത്. ഇനി മസാലപ്പൊടികളായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഫ്രഷ് ഗരം മസാല. നമ്മൾ ഈ കറി എളുപ്പത്തിലാണ് വെക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ കുക്കറിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുക്കർ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് കറിക്ക് നല്ല സ്വാദ്. ഇതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി അതിന്റെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ട്രാൻസ്പെറന്റ് ആയി വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് സവാള. നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അതാ ഇപ്പൊ ഇവിടെ ഏകദേശം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. ഇനി കുരുമുളക് പൊടി, ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ നിങ്ങളിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഗരം മസാലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. പൊടി നന്നായി മൂപ്പിച്ചെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. നന്നായി മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. നന്നായി മൂത്തിട്ടുണ്ട് മസാല. ഇനി തക്കാളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പൊ ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് മസാല എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ കുറച്ച് വെള്ളം വരും, എന്നാൽ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും സിം മോഡിൽ ഒരു വിസിലും അടിക്കുന്നുണ്ട്.
നമ്മുടെ കുക്കറൊക്കെ ഓഫാക്കി എയർ എല്ലാം പോയ ശേഷം നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി. ചിക്കൻ ഇപ്പൊ ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഫുള്ളും വെന്തിട്ടില്ല. അപ്പൊ നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒരു വിസിലിന് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്തപ്പോൾ ഗ്രേവിയിൽ ഉപ്പ് ഉണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ഒരു വിസിലും കൂടെ കഴിപ്പിക്കാം. ഫുൾ ഫ്ലെയിമിലാട്ടോ വിസിൽ അടുപ്പിക്കേണ്ടത്. ഇപ്പൊ വിസിലെല്ലാം വന്ന് എയർ എല്ലാം പോയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഗ്രേവി എല്ലാം നന്നായി ഒന്ന് കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ടോ നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇതങ്ങനെ അധികം ഉരുളക്കിഴങ്ങനെ ഉടഞ്ഞു പോവരുത്. അങ്ങനെ ഉടഞ്ഞു ചേർന്ന് പോയ കറിക്ക് അത്രയ്ക്ക് അങ്ങനെ സ്വാദ് തോന്നൂല. ഈ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇത് പിന്നെ എന്തിനൊപ്പം കഴിക്കാമെന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ കറി എന്തിൻ്റെ ഒപ്പം അടിപൊളിയാണ്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നാക്കി വെക്കുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.